ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कांद राधा कांद नमः तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 5 7ാമത്തെ ശ്ലോകം മുതൽ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതേ. योगयुक्तो विशुद्धात्मा विजितात्मा जितेन्द्रिया सर्वभूतात्मा कुर्वन् अपि न लिप्यते. हरे कृष्णा। श्रीदेवी माता जी। हरे कृष्णा। ओम नमो भगवते वासुदेवाय। योग युक्तो विशुद्धात्मा विजिदात्मा जितेन्द्रियः सर्वभूतात्मा भूतात्मा कुर्वन्न बिना लिप्यते। हरे कृष्णा। रोशी माता जी। हरे कृष्णा प्रभु। ओम नमो भगवते वासुदेवाय। योगयुक्तो विशुद्धात्मा विजितात्मा जितेन्द्रियः सर्वभूतात्मा कुर्वन्नपि न लिप्यते। हरे कृष्ण। सावित्री माता जी। हरे कृष्णा। ओम नमो भगवते वासुदेवाय। योगयुक्तो विशुद्धात्मा विजितात्मा जितेन्द्रिया सर्वभूतात्मा कुर्वन्नपि न लिप्यते। हरे कृष्ण प्रभु जी। हरे बोल। मंजू माता जी। हरे कृष्णा। ओम नमो भगवते वासुदेवाय। श्लोकम् 7. योगयुक्तो विशुद्धात्मा विजितात्मा जितेन्द्रियः सर्वभूतात्मा कुर्वन् अपि न लिप्यते। हरे कृष्णा। रजनी माता जी। ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ അടുത്ത ശ്ലോകം എനിക്ക് ഞാൻ എന്തെങ്കിലും മിസ്സായിരിക്കുന്നത് ശ്ലോകം അത് ഏതാ ശ്ലോകം പ്രഭു? ഹരേ കൃഷ്ണ. 5-7. 5-7 അടുത്ത ആള് വായിക്കാം പ്രഭു. ഷെയർ ചെയ്തിട്ടുണ്ടായാലും വായിച്ചോ. അതിന്റെ വിവർത്തനം വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ. യോഗ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രഭു കാണുന്നില്ലേ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ഹരേ കൃഷ്ണ. വിവർത്തനം കൂടി വായിച്ചോളൂ. കേൾക്കുന്നില്ലേ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. One who works in devotion, who is pure soul,
and who controls his mind and senses is dear to everyone, and everyone is dear to him. Though always working, such a man is never entangled. അപ്പോ ഇവിടെ ഈ ഭൗതിക ലോകത്തില് ആരാണ് ബദ്ധാത്മാക്കളായിട്ട് ജീവിക്കേണ്ടി വരില്ല, അവരെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ ഭക്തി പരിശീലിക്കുന്ന ആൾക്കാര്, അതായത് ശുദ്ധ ഭക്തന്മാര്, പ്യുവർ സോൾ, തങ്ങളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ട ആൾക്കാര്, അവരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവരെ തൻ്റെ കർത്തവ്യങ്ങൾ, തൻ്റെ കർമ്മങ്ങളെല്ലാം വളരെ നന്നായിട്ട് ചെയ്യും. അതേസമയം തന്നെ അവരിവിടെ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്താണ് ഇവിടെ വഴി? അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? എന്താണ് വഴി? ഭക്തിയുത സേവനം. യെസ്. വേറെ അതിലെല്ലാം വന്നു എങ്കിലും കൂടി എന്താണ് എക്സാക്ട്ലി എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ഭഗവാനിൽ അർപ്പിക്കണം. അതൊക്കെ ശരിയാണ്, അതെല്ലാം ഒരു ജനറൽ ആയിട്ടുള്ളതാണ്, ഡിവോഷണൽ ആക്ടിവിറ്റീസ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആ വിധി പറഞ്ഞു തന്നിട്ടിരിക്കുന്നത്? നാമജപം. നാമജപം. മന ഇതി ത്രായതേ മന്ത്ര, അല്ലെ? മന്ത്രം കൊണ്ടാണ് നമുക്ക് മനസ്സിനെ ത്രായണം ചെയ്യാൻ പറ്റും, മനസ്സിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. അതല്ലാണ്ട് ഒരു വഴിയില്ല. അതാണ് പ്രിസൈസ്ലി ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നമുക്ക് നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും? അതിനെന്താണ് വഴി? എങ്ങനെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് സേവനത്തിനായിട്ട്. യെസ്. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭഗവത് സേവനായിട്ട് ചെയ്യും. അതായത് ഭഗവത് സേവ ചെയ്യുക. സേവ കൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൈവശത്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ ബുദ്ധിയെ നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും? അതിനുള്ള എന്താണ് വഴി? സ്വാധ്യായം ചെയ്തിട്ട്. സ്വാധ്യായം ചെയ്യുക. നമ്മളുടെ പൈസയെ നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും? ഭഗവത് സേവനത്തിന് യൂസ് ചെയ്തിട്ട്. ചാരിറ്റി, ദാനം കൊടുത്തിട്ട്, അർഹിക്കുന്നവർക്ക്, ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുത്തിട്ട്. അപ്പോൾ പലതരത്തിലുള്ള ശുദ്ധീകരണ പ്രോസസ്സ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ബുദ്ധിയെ, നമ്മൾ സമ്പാദിക്കുന്ന ധനത്തെ, ഇതെല്ലാം നമുക്ക് പ്യൂരിഫൈ ചെയ്താൽ മാത്രമേ നമ്മളുടെ കർമ്മങ്ങൾ പ്യൂരിഫൈ ആവുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾക്ക് മുമ്പേ നമ്മുടെ തോട്ട് പ്രോസസ്, അല്ലേ, അത് ശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടൂ. അപ്പൊ തോട്ട്സ്, വേർഡ്സ്, അതായത് സ്പീച്ച്, ദെൻ ഡീഡ്സ്. നമ്മളുടെ ചിന്തകളെ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മളുടെ സ്പീച്ച് ശുദ്ധീകരിക്കപ്പെടും. സ്പീച്ചിനെ ശുദ്ധീകരിച്ചാൽ നമ്മളുടെ ആക്ടിവിറ്റീസ്, കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മളുടെ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് തന്നെ ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തില് ബന്ധനം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ വൺ ഹു ഈസ് ഓൺ ദ പാത്ത് ഓഫ് ലിബറേഷൻ ബൈ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് വെരി ഡിയർ ടു എവറി ലിവിംഗ് ബീയിങ്, ആൻഡ് എവറി ലിവിംഗ് ബീയിങ് ഇസ് ഡിയർ ടു ഹിം. അപ്പൊ അങ്ങനെ കൃഷ്ണാവബോധത്തിൽ ഏത് വ്യക്തിയാണുള്ളത്, എല്ലാവർക്കും അവൻ പ്രിയനായിരിക്കും, അവനും എല്ലാവരെയും പ്രിയമായിരിക്കും. ദിസ് ഈസ് ഡ്യൂ ടു ഹിസ് കൃഷ്ണ കോൺഷ്യസ്നess. Such a person cannot think of any living being as separate from Krishna, just as the leaves and branches of a tree are not separate from the tree. ഇതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്ന ഒരു വൃക്ഷത്തിലെ അതിൻ്റെ ഇലകളും അതിൻ്റെ ശാഖകളും ആ വൃക്ഷത്തിൽ നിന്നും ഭിന്നമല്ല, അല്ലേ? നമ്മളുടെ ശരീരത്തിൽ തന്നെ വ്യത്യസ്തമായ അംഗങ്ങളുണ്ട്, കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, അങ്ങനെ, അല്ലേ? ഇതൊന്നും ഭിന്നമായിട്ട് കാണാൻ പറ്റില്ല. ഇതെല്ലാം നമ്മളുടെ ശരീരത്തിന്റെ പാർട്സ് ആണ്.
അതേപോലെ നമ്മളും ഭഗവാന്റെ പാർട്സ് ആൻഡ് പാർസലാണ്. അപ്പോൾ ഭഗവാനിൽ ഭിന്നമായി കാണാൻ പാടില്ല. അപ്പൊ ഭഗവാന്റെ സൃഷ്ടിയാണിതെല്ലാം, ഭഗവാന്റെ കുട്ടികളാണെല്ലാം. വ്യത്യസ്തമായിട്ടുള്ള ശരീരം അവർക്ക് വന്നു ഭവിച്ചത് അവരുടെ കർമ്മഫലം കൊണ്ടാണ്. അതുകൊണ്ട് അവരെ തരം താഴ്ത്തി കാണാനുള്ള യാതൊരു അവകാശം നമുക്കില്ല. ചില ജീവാത്മാക്കള് മനുഷ്യന്റെ ശരീരത്തിലായിരിക്കും, ചില ജീവാത്മാക്കൾ മൃഗങ്ങളുടെ ആയിരിക്കും, ചില ജീവാത്മാക്കള് പക്ഷികളുടെ ആയിരിക്കും, വൃക്ഷങ്ങളുടെ ആയിരിക്കും. അതുകൊണ്ട് അവര് താഴ്ന്ന നിലയിലുള്ള മക്കളാന്ന് പറയാൻ പറ്റില്ല. അവരുടെ കോൺഷ്യസ്നെസ് താഴ്ന്നതാണ്. പക്ഷെ ഭഗവാന്റെ കണ്ണില് എല്ലാവരും ഒരേപോലെയാണ്. നമ്മളും, അതായത് മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഒരേപോലെയാണ്. അവരുടെ കോൺഷ്യസ്നെസ് താഴ്ന്ന ലെവലായത് അവരുടെ കർമ്മം കൊണ്ടാണ്. അപ്പൊ നമ്മളെന്തോ സുഹൃത്ത് ചെയ്ത് കാരണം നമുക്ക് മനുഷ്യജന്മം കിട്ടി. അപ്പൊ അടുത്ത ജന്മത്തിൽ നമുക്ക് മനുഷ്യജന്മം കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മളുടെ കർമ്മം നല്ലതാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ആ ഭക്തിയുത സേവനത്തില് വളരെ ശ്രദ്ധയോടുകൂടി ആരാണോ സേവനം ചെയ്യുന്നത് അവർക്ക് ഈ ഭൗതിക ലോകത്തില് ബന്ധനം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതാണ് ഉദാഹരണം പറയുന്നത്. He knows very well that by pouring water on the root of the tree, the water will be distributed to all the leaves and branches, or by supplying food to the stomach, the energy is automatically distributed throughout the body. ശ്രീമദ് ഭാഗവത്തിലെ ആ ശ്ലോകം അല്ലെ, അതായത് ഒരു വൃക്ഷത്തിന്റെ വേരിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ആ വേരിൽ വെള്ളം ഒഴിച്ചാൽ ആ വൃക്ഷം താനെ പുഷ്ടിപ്പെടും. കാരണം ആ വെള്ളം വേരിൽ കൂടെ അതിന്റെ തടിയിലും ശാഖകളിലും ചില്ലകളിലും പുഷ്പങ്ങളിലും ഇലകളിലും ഫലങ്ങളിലും എല്ലാം എത്തിച്ചേർന്നു. എങ്ങനെ? അതേപോലെ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഉദരത്തിലേക്ക് ആഹാരം ചെല്ലുന്നു. അതിൽ നിന്നാണ് നമുക്ക് എല്ലാ നമ്മളുടെ പാർട്സിനും എല്ലാ അംഗങ്ങൾക്കും നമുക്ക് പുഷ്ടി കിട്ടുന്നത്. അതാണ് ഇവിടെ പർപ്പോട്ടിൽ പ്രഭുപാദ പറയുന്നത്. സോ ബിക്കോസ് one who works in Krishna consciousness is servant to all, is very dear to everyone. എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടും. ഭഗവത് സേവനം ചെയ്യുന്ന, അതായത് ഡിവോട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജന് അദ്ദേഹം ഒരാളെയും ശത്രുവായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിന് അജാത ശത്രു പറയുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിന് പ്രിയമാണ്, അദ്ദേഹത്തിനും എല്ലാവരെയും പ്രിയമാണ്. ഇപ്പൊ ഈ ശ്ലോകം ആർക്കെങ്കിലും അറിയോ? ഭാഗവത്തിലെ ശ്ലോകം. അതായത് വൃക്ഷത്തിന്റെ വേരിൽ നമ്മൾ ഉപയോഗിച്ചാലും അതേപോലെ നമ്മളുടെ ഉദരത്തിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താലും കിട്ടുന്ന ആ റിസൾട്ട് ഏതാണ് അറിയോ? യഥാ തരോർ നീല മൂല നിശ്ചയിച്ചനേന തൃപ്ത്യന്തി യത് ശാഖ. ഞാൻ ഒരു മിനിറ്റ്, ബൈ ഹാർട്ട് ഓർമ്മയില്ല. ശ്രീമദ് ഭാഗവതം 4.31.14 ആണ് കേട്ടോ. യഥാഥരോർമൂല നിശേചനേന തൃപ്യന്തി തത്സ്കന്ധഭുജോപശാഖ പ്രാണോപഹാരാച യഥേന്ദ്രിയാനാം തഥൈവ സർവാർവണം അച്യുതേജ്യ. As pouring water on the root of a tree energizes the trunk, branches, twigs, and everything else, and as supplying food to the stomach enlivens the senses and limbs of the body, simply worshipping the Supreme Personality of Godhead through devotional service automatically satisfy the demigods or parts of that Supreme Personality. ഇതിന്റെ പർപ്പോട്ടിൽ വായിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശ്ലോകാണ് 14 4.31.14 4.31.14 അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. He knows very well that by pouring water on the root of the tree, the water will be distributed to all the leaves and branches, or by supplying food to the stomach, the energy is automatically distributed throughout the body. Because one who works in Krishna consciousness is servant to all, he is very dear to everyone, and because everyone is satisfied by his work, he is pure in consciousness. Because he is pure in consciousness, his mind is completely controlled.
അപ്പൊ നമ്മുടെ കോൺഷ്യസ്നെസ് പ്യുവർ ആയ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫാക്കൽറ്റീസ്, അതായത് മൈൻഡ്, ഇന്റലിജൻസ്, സെൻസ്, ഇതെല്ലാം നമ്മളുടെ കൺട്രോളിൽ വരും അല്ലേ? So, and because his mind is controlled, his senses are also controlled. Because his mind is always fixed on Krishna, there is no chance of his being deviated from Krishna. So, കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിന് അതായത് ഒരു ചലനം ഉണ്ടായിരിക്കില്ല. ടോട്ടലി ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. നമ്മളുടെ ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്ക് വേണം, ദൃഢനിശ്ചയം വേണം ഭഗവാനെ സേവിക്കാനുള്ളത്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം നമ്മളുടെ കൈവശത്ത്, അതായത് നമ്മുടെ വശത്തേക്ക്, നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. Because his mind is always fixed on Krishna, there is no chance of his being deviated from Krishna. Nor is there a chance that he will engage his senses in matters other than the service of the Lord. അപ്പോ ഭഗവാന്റെ ആ സേവനത്തിൽ അനുഷ്ഠിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഒരിക്കലും തൻ്റെ ഇന്ദ്രിയഭോഗത്തിൽ ഏർപ്പെടില്ല. കാരണം നമ്മളുടെ ഇന്ദ്രിയഭോഗം എന്ന് പറഞ്ഞാൽ അത് ലോവർ ലെവലുള്ള ഒരു ഇന്ദ്രിയഭോഗമാണ്. ആ ഒരു ഹാപ്പിനെസ് തുച്ഛമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ്. നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, ഭഗവാനെ സേവനം ചെയ്ത് കിട്ടുന്ന ഹാപ്പിനെസ് ആനന്ദമാണ്. അതൊരിക്കലും കുറയുന്നില്ല. ആനന്ദാംബുതി വർധനം എന്നാണ് പറയുന്നത്. മറ്റത് തുച്ഛമാണ്. കാരണം അത് വന്നും പോയി കൊണ്ടിരിക്കും. ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മളുടെ ആ സന്തോഷം എത്ര നേരം ഉണ്ടായിരിക്കും? നല്ലൊരു ഡിഷ് കിട്ടി, നല്ലൊരു ഫ്രൂട്ട് കിട്ടി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മാങ്ങ, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. അത് കിട്ടി, അത് കഴിക്കുന്ന ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോയി അതിൻ്റെ അല്ലേ, അതിൻ്റെ സ്വാദ് പോയി, അപ്പൊ അധികാലം നിൽക്കത്തില്ല. പക്ഷെ ഭഗവാന്റെ സേവനം, ഭഗവത് സേവനം, ഭഗവത് നാമം, ഭഗവത് ലീല, ഇതെല്ലാം കേൾക്കുമ്പോൾ ആ നമ്മളുടെ ആനന്ദം എന്താണ്, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ആനന്ദാംബുതി വർധനം. അപ്പോ നമുക്ക് ഒരുപാട് വിവിധ തരത്തിലുള്ള സുഖങ്ങളുണ്ട് അല്ലേ? ജഡാനന്ദം, ബ്രഹ്മാനന്ദം, പരമാനന്ദം അല്ലെങ്കിൽ പ്രേമാനന്ദം, ഇതൊക്കെ എന്താണ്? ഇപ്പൊ ജഡാനന്ദാണ് ഇതൊക്കെ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്? ജഡം, അതായത് നമ്മുടെ സ്ഥൂല ശരീരത്തിന് കിട്ടുന്ന ആ സന്തോഷം, അത് ടെമ്പററി ആണ്. നമുക്ക് ഒരു ലോട്ടറി അടിച്ചു, എത്ര ദിവസം ഉണ്ടായിരിക്കും സന്തോഷം? പൈസ കഴിയുന്നവരെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടി, എത്ര കാലം നമ്മൾ അതിനെ ഓർത്തിട്ട് നമ്മൾ ആഘോഷിക്കും? ഒരു ദിവസം, 2 ദിവസം, ഒരു മാസം, അത് കഴിഞ്ഞു അല്ലേ? പക്ഷേ ബ്രഹ്മാനന്ദം അതിലും മീതെയാണ്. എന്താണ് ബ്രഹ്മാനന്ദം പറഞ്ഞാൽ? ജഡാനന്ദം പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കും കിട്ടുന്ന ആ സുഖം, താൽക്കാലികമായിട്ടുള്ള സുഖം, ടെമ്പററി സുഖം. അത് അതിനർത്ഥം ആയുസ്സില്ല, ക്ഷണികമാണത്. വന്നും അത് വരുന്നു പോകുന്നു അറിയുന്നു കൂടിയില്ല. പക്ഷേ പരമാനന്ദം, ബ്രഹ്മാനന്ദം എന്താണ്? ബ്രഹ്മജ്യോതിയിലെത്തുമ്പോ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നത്. അതും താഴ്ന്ന നിലയാണ്. കാരണം അതിലും നമ്മൾ തിരിച്ച് വരേണ്ടി വരും. കാണിച്ചാൽ അതും പെർമനന്റ് അല്ല, അതും ടെമ്പററി ആണ്. കുറെ കാലം കിട്ടും, അവിടെ ആനന്ദം കിട്ടുന്നില്ല, അവിടെ ശാന്തി സമാധാനം കിട്ടുന്നുള്ളൂ, പീസ് ഓഫ് മൈൻഡ്. ആനന്ദം അവിടെ കിട്ടില്ല. കാരണം എന്തുകൊണ്ട് ആനന്ദം കിട്ടുന്നില്ല? എന്താണ് ആനന്ദം കിട്ടാതിരിക്കാൻ കാരണം? എന്താ? ബ്രഹ്മാനന്ദത്തിൽ ആനന്ദമില്ല, ആനന്ദമില്ലല്ലോ. അവിടെ രൂപമില്ല, ഭഗവാന്റെ രൂപമല്ലല്ലോ, സേവനമില്ല. ഭഗവാന്റെ സേവനമില്ല, ഭഗവാനെ സേവിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് അവിടെ ആനന്ദമില്ല, ശാന്തി സമാധാനമുണ്ട്. ഭഗവാനെ എന്തുകൊണ്ട് സേവിക്കാൻ പറ്റുന്നില്ല? എന്താ കാരണം? ഭഗവാന് രൂപമില്ലല്ലോ. ഭഗവാനിൽ അവർക്ക് വിശ്വാസം ഇല്ല. അവർക്ക് ഭഗവാൻ ഉണ്ടെന്ന് തന്നെ അവർക്ക് വിശ്വാസമില്ല. എല്ലാം സർവം കൽവിതം ബ്രഹ്മൻ, എല്ലാം ഭഗവാനാണ്. ഈ പ്രപഞ്ചം മുഴുവന് ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ആ പരമസത്യമാണ്. ആ ഭഗവാൻ രൂപമില്ല. ആ രൂപമില്ലാത്ത ഭഗവാനെ എങ്ങനെ നമ്മൾ സേവനം ചെയ്യുക? അപ്പൊ ഭഗവാൻ നിരാകാരം, നിർവിശേഷം, നിർഗുണം എന്ന തത്വത്തിൽ എന്ന തത്വം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ബ്രഹ്മസൗഖ്യം കിട്ടുന്നത്, ബ്രഹ്മാനന്ദം. പക്ഷെ അതിലും ഉപരിയാണ് എന്താണ്? പ്രേമാനന്ദം, പരമാനന്ദം. എന്താണ്? ഭഗവാനെ സേവിച്ച് കിട്ടുന്ന ആനന്ദം.
അല്ലെ? പരമാനന്ദ പാഠായ പ്രേമവർഷി അക്ഷരായതേ സർവദാ സർവസേവയായ ശ്രീകൃഷ്ണായ നമഃ. എന്താണ് ഓരോ സിലബിളിലും, ഭഗവത്ഗീത എടുത്തോളൂ, ഭാഗവതം എടുത്തോളൂ, നമ്മൾ ഓരോ സിലബിളിലും അത് വായിക്കുമ്പോൾ പ്രഭാത പറയുന്നുണ്ട്, ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു ലഡ്ഡു പോലെയാണ്. ലഡ്ഡു ഏത് സൈഡിൽ നിന്ന് കഴിച്ചാലും മധുരമാണ്, അല്ലേ? മോളിൽ നിന്ന് കഴിച്ചാലും താഴ്ന്ന് കഴിച്ചാലും ഇടന്ന് വലന്ന് എവിടെ നിന്ന് കഴിച്ചാലും അത് മധുരമാണ്. അതേപോലെ ഭാഗവതം ഏത് അധ്യായം, ഏത് സ്കന്ധം, ഏത് ശ്ലോകം, ഈ ശ്ലോകത്തിലെ ഓരോ വേർഡ് അല്ലെങ്കിൽ ഓരോ സിലബിനും കൂടി മതി, അത് നമുക്ക് മധുരം പകർന്നു, ആനന്ദം പകരുന്നു. പരമാനന്ദ പാഠായ പ്രേമവർഷി എന്താണ്? പ്രേമവർഷമാണ് ചൊരിയുന്നത് ഈ ഭാഗവതം വായിക്കുമ്പോൾ, ഭഗവത് ലീലകൾ കേൾക്കുമ്പോൾ, ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ, അല്ലേ? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തിച്ച. ഭഗവാന്റെ ഭക്തന്മാർ ഒന്നിച്ചു കൂടുമ്പോൾ അവരെന്താണ് ഭഗവാന്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ലീലകളെ പറ്റിയും നാമത്തിനെ പറ്റിയിട്ടും എല്ലാം അവര് ചർച്ച ചെയ്യുന്നു. അതിൽ കണ്ടെത്തുന്ന ആനന്ദം അവർ പരസ്പരം ആസ്വദിക്കുന്നു. അപ്പോ ഇവിടെ എന്താ? പരമാനന്ദ പാഠായ പ്രേമവർഷിയ, പ്രേമത്തിന്റെ വർഷമാണ് ചൊരിയുന്നത്. അക്ഷരായത് ഓരോ അക്ഷരത്തിലും, ഒരു മുഴുവൻ ഒരു ശ്ലോകത്തിനും കൂടി ആവശ്യമില്ല, ഒരു അക്ഷരത്തിൽ നമുക്ക് അത്രയും ആ പ്രേമാനന്ദം കിട്ടും. എപ്പോ? സർവദാ സർവസേവയായാൽ, എല്ലാ സമയത്തും ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കിട്ടുന്ന ആനന്ദം നമ്മുടെ ഇവിടെ ഈ ഭൗതിക ലോകത്തില് അനുഭവിക്കുന്ന ആ ജഡാനന്ദത്തിന്റെ നമുക്ക് കമ്പാരിസണേ ഇല്ല. ഇതൊരു തുള്ളിയാണെങ്കിൽ അതൊരു സാഗരമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളും അതാണ് പറയുന്നത്. സോ ഹി ഡസ് നോട്ട് ലൈക്ക് ടു ഹിയർ എനിത്തിങ് എക്സെപ്റ്റ് ടോപ്പിക്സ് റിലേറ്റിംഗ് കൃഷ്ണ. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരെ അവർക്ക് വേറൊരു ചർച്ചയും ആവശ്യമില്ല, അവർക്ക് വേറെ ഒന്നും കേൾക്കും വേണ്ട. ഈവൻ ഭക്തന്മാരെന്താ പറയുന്നത്? അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ കാണാൻ വേണ്ടി, എനിക്ക് എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് വെറും 2 ചെവികൾ മാത്രം തന്നിരിക്കുന്നത്, 2 കണ്ണുകൾ മാത്രം തന്നിരിക്കുന്നത്? ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ എനിക്ക് മില്യൺസ് ഓഫ് കോടിക്കണക്കിനുള്ള ചെവി തരണമായിരുന്നു. പക്ഷേ ബ്രഹ്മാവ് വളരെ കഞ്ചൂസ് ആണെന്ന് പറയുന്നത്, പിശുക്കനാണ്. 2 ചെവിയെ തന്നിട്ടുള്ളൂ. ഭഗവാനെ ദർശിക്കാൻ, ഭഗവാന്റെ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് 2 കണ്ണുകളെ മാത്രം തന്നിട്ടുള്ളൂ. അതും എന്താണ്? അത് ആ പലക്ക് അടഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്, അല്ലേ? നമുക്ക് നിരന്തരമായിട്ട് ഭഗവാനെ ആസ്വദിക്കാനുള്ള ആ ഒരു അവസരം കിട്ടുന്നില്ല. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ബ്രഹ്മാവിന്റെ ആ സൃഷ്ടിയുടെ അപാകതയെ പറ്റിയിട്ട് ഗോപികമാർ പറയാണ്, ഭഗവാന്റെ ആ ഭംഗി നുകരാൻ വേണ്ടിയിട്ടുള്ള ആ കണ്ണുകൾക്ക് കൺപോളകൾ കൊടുത്തിരിക്കുന്നു. ആ കൺപോളകൾ അത് ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞു തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ബ്രഹ്മാവിന് ഇത്രയും വിവരമില്ലേ, എന്ത് സൃഷ്ടിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഗോപികമാര് ബ്രഹ്മാവിനെ കളിയാക്കി പറയാണ്. ആക്ച്വലി കളിയാക്കല്ല, അതായത് ബ്രഹ്മാവിന് വിവരമില്ല സൃഷ്ടി ശരിക്കും എങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മള് ഒരു ശുദ്ധഭക്തനായാൽ അവർക്ക് അതിൽ കിട്ടുന്ന ആനന്ദത്തിന് അളവില്ല. മറ്റതെല്ലാം തുച്ഛമാണെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഈ ജഡാനന്ദം, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കും നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന ആ സുഖമെല്ലാം വളരെ തുച്ഛമാണ്, അത് വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു. So he does not like to hear anything except topics relating to Krishna. He does not like to eat anything which is not offered to Krishna, and he does not wish to go anywhere if Krishna is not involved. ഇപ്പോ നമ്മള് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാന് സമർപ്പണം ചെയ്യാത്ത അന്നം കഴിച്ചാൽ എന്താണ്? നമ്മള് പാപം മാത്രമാണ് ചെയ്യുന്നത്, അല്ലേ? യത് കരോസി യജ്ഞാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗന്ദയ തത് പുരുഷാമർപ്പണം. എന്ത് ചെയ്യുന്നു, എന്ത് ദാനം കൊടുക്കുന്നു, എന്ത് കഴിക്കുന്നു, ഇതെല്ലാം ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് ചെയ്യാന്നാ പറയുന്നത്. ആ സമർപ്പണം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? നമ്മൾ വെറും പാപമാണ്,
യജ്ഞശിഷ്ടാശ്രോ സന്തോ മുച്ചന്തേ സർവ കിൽബിഷേ ഭൂഞ്ചതേ തേതോകം പാപം ഏ പചന്തി ആത്മകാരണാത്. സമർപ്പണം ചെയ്യാത്ത ആ ഭോഗം നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഭഗവാന് സമർപ്പണം ചെയ്താൽ ആ ഭോഗം എന്തായി മാറും? അത് പ്രസാദമായിട്ട് മാറും അല്ലേ? ആ പ്രസാദം പറഞ്ഞ ഭഗവാന്റെ മേഴ്സിയാണ്. ഭഗവാന് എങ്ങനെ അർപ്പിക്കണം എന്ന് അതും പറഞ്ഞിട്ടുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തഥാം ഭക്തിയ ഉപകരണം അസ്നാമി പ്രയതാത്മകം. ഭക്തിപൂർവം നമ്മൾ സമർപ്പിക്കണം. അല്ലാതെ ഭക്തി ഇല്ലാണ്ട് നമ്മൾ റിച്വൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് ശുദ്ധീകരിക്കപ്പെടും, അത് പ്രസാദാവില്ല, അത് സാങ്ക്ടിഫൈഡ് ഫുഡ് ആകും. പ്രസാദമാണെങ്കിൽ അത് നമ്മള് വിത്ത് ലവ് ആൻഡ് ഡിവോഷൻ നമ്മൾ സമർപ്പണം ചെയ്യണം. അപ്പം മാത്രമേ അത് പ്രസാദമുള്ളൂ, ഭഗവാന്റെ മേഴ്സി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ആ ഭോഗ ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അതിനെ പറ്റിയാണ് പറയുന്നത്. ഹി ഡസ് നോട്ട് ലൈക്ക് ടു ഈറ്റ് എനിത്തിങ് വിച്ച് ഈസ് നോട്ട് ഓഫർഡ് ടു കൃഷ്ണ. ഒരു ഭക്തൻ ഭഗവാന് സമർപ്പണം ചെയ്യാതെ ഒന്നും കഴിക്കില്ല. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് വിഷ് ടു ഗോ എനിവർ ഇഫ് കൃഷ്ണ ഇസ് ഫ്രണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഭഗവാൻ കൃഷ്ണന്റെ ലീലകളോ ഗുണങ്ങളോ അല്ലെങ്കിൽ നാമോ കീർത്തനോ ജപമോ അതില്ലാത്ത ഒരു സ്ഥലത്തും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് അവരുടെ ഏരിയ അല്ല, അവരതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. therefore his senses are controlled. അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ ആ ദിനചര്യയിലുള്ള എല്ലാ കർമ്മങ്ങളും നമുക്ക് ഭഗവാന്റെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റി ആക്കിയിട്ട് മാറും. ഭഗവാൻ ഓഫർ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ എല്ലാം 24 മണിക്കൂറും നമ്മൾ എന്താണ്? ഭഗവാന്റെ കാര്യങ്ങൾ മുഴുകിയിരിക്കും. നമ്മളതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഭൗതികമായിട്ടുള്ള നമ്മളുടെ ഒരു ജീവിതം, ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം അങ്ങനെയില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം സ്പിരിച്വലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെല്ലാം നമ്മുടെ കൺട്രോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വൺ മേ ആസ്ക്, why then was Arjuna offensive in battle to others? അപ്പോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ ബാറ്റിൽ ഫീൽഡ് യുദ്ധകളത്തില് ഒഫൻസീവ് സ്റ്റേജ് എടുത്തത്? അതായത് ഒഫൻസീവ് പറഞ്ഞാൽ മറ്റുള്ളവരെ, ശത്രുപക്ഷത്തെ ആൾക്കാരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫൻസീവ് സ്റ്റേജ്. wasn't he in Krishna consciousness? എന്തിനാണ് മറ്റുള്ള ശത്രുക്കളെ വധിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തത്? അദ്ദേഹം കൃഷ്ണാവബോധത്തിൽ ആയിരുന്നില്ലേ? Arjuna was only superficially offensive because, as has already been explained in the second chapter, all the assembled persons on the battlefield would continue to live individually as the soul cannot be slain. എന്താണ് പറയുന്നത്? പ്രഭുപാദ രണ്ടാമത്തെ അധ്യായത്തില് പർപ്പോട്ടില് പറഞ്ഞിട്ടുണ്ട്. അതായത് സൂപ്പർഫിഷ്യലി, എക്സ്റ്റേണലി മാത്രമാണ് ഒഫൻസീവ്. ആക്ച്വലി അർജുനൻ ഒരാളെയും കൊല്ലാൻ പറ്റില്ല. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആത്മാവിന് ജനനമില്ല, മരണമില്ല. ഒന്നിനെ കൊണ്ടും ആത്മാവിനെ വധിക്കാൻ പറ്റില്ല. അപ്പൊ എക്സ്റ്റേണലി, സൂപ്പർഫിഷ്യലി അർജുനൻ അവരുടെ ശരീരം മാത്രമേ വധിക്കാൻ പറ്റുന്നുള്ളൂ, നശിപ്പിക്കാൻ പറ്റുള്ളൂ. ആത്മാവിന് യാതൊരു നാശം സംഭവിക്കില്ല എന്നാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. all the assembled persons on the battlefield would continue to live individually. അവര് വീണ്ടും അവർ ജീവിക്കും ജീവാത്മാക്കളായിട്ട്. വ്യത്യസ്ത ശരീരങ്ങൾ അവർ ജീവിക്കും. as the soul cannot be slain, so spiritually no one was killed on the battlefield of Kurukshetra. അതുകൊണ്ട് നമുക്ക് ലൈസൻസ് ഉണ്ടോ ആരെങ്കിലും വധിക്കാൻ? ഇപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ ദേഹത്തെ മാത്രമല്ലല്ലോ നശിപ്പിക്കുന്നുള്ളൂ. ഈ ദേഹം നശിച്ചാൽ വേറെ ദേഹം കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് ആരെയും വധിക്കാൻ പറ്റുമോ? എന്താണ് അതിന്റെ അർത്ഥം? ആത്മാവിന് എന്തായാലും മരണമില്ലല്ലോ. ദേഹം വരുന്നു പോകുന്നു. അതിനെ നമ്മൾ നശിപ്പിച്ചെന്താ പ്രശ്നം ചോദിക്കില്ലേ ആൾക്കാര്? ഞാനെന്താ ഉത്തരം കൊടുക്കുക?
എന്താണ് അർജുനന്റെ ഈ ഫിലോസഫി, ഈ തത്വം നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിക്കുക. അത് പാടുണ്ടോ? അർജുനൻ പറയുന്നു, എനിവേ ഇവരെല്ലാം ജീവാത്മാക്കളാണ്, ഇവരെ എനിക്ക് വധിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആത്മാവിന് മരണമില്ല, ജനനമില്ല, മരണമില്ല. അവരുടെ ശരീരം മാത്രമേ ഞാൻ നശിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പാവം ചെയ്യുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഒരു ആൻസർ ഇല്ലല്ലോ ആരൊന്നും. അർജുനൻ കൃഷ്ണൻ ആ സിനിമ പറയൂ. അല്ല, അർജുനൻ കൃഷ്ണൻ പറഞ്ഞ അനുസരിച്ചാണ്, ഭഗവാൻ പറഞ്ഞ അനുസരിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. വെരി ഗുഡ്. അതായത് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. തന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. തന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അതോറിറ്റി വേണം. ഒരു അതോറിറ്റി. ഇപ്പോൾ ഇവിടെ നമ്മള് രണ്ട് രാജ്യത്ത് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ അതോറിറ്റി പറയണം, സുപ്രീം കമാൻഡർ ഇൻ ചീഫ് പറയണം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരുടെയാണ് ആ റെസ്പോൺസിബിലിറ്റി? ആരാണോ ഈ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവരാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുക, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഭഗവാന്റെ ആഗ്രഹമാണ്, കൗരവന്മാര് ശത്രുപക്ഷത്താണ്, അവര് അധർമ്മികളാണ്, അവരെ ഉന്മൂലന നാശനം ചെയ്യുന്നത് ഭഗവാന്റെ ആഗ്രഹമാണ്. അപ്പൊ അത് പ്രകാരം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അർജുനൻ യുദ്ധം ചെയ്യുന്നു, അല്ലാണ്ട് അർജുനന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് അല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മളും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഭഗവാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സീനിയർ ആയിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാള് അതിന് അതോറിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല. ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരുമ്പോ എത്രയും കൂടുതൽ ആൾക്കാരെ അവർ വധിക്കുന്നു, അവർക്ക് അത്രയും മെഡൽ കൂടി 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 കിട്ടുന്നു, അല്ലേ? അവർ മെഡൽ കൂടുന്നു. നേരെ മറിച്ച് എന്തെങ്കിലും വിദ്വേഷം കൊണ്ട് അടുത്ത വീട്ടിലെ ഒരാളെ വധിച്ചാൽ എന്തായിരിക്കും ശിക്ഷ? ജയിൽ ശിക്ഷ, അല്ലെ? അവിടെയും വധിക്കുകയാണ്, ഇവിടെയും വധിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നു, ഇവിടെ അടുത്തുള്ള ആളെ നമ്മൾ വധിച്ചാൽ നമുക്ക് ജയിൽവാസം കിട്ടുന്നു. കാരണം അത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. മറ്റത് ഒരു അതോറിറ്റിയുടെ കീഴിലാണ് നമ്മൾ ചെയ്യുന്നത്. അതവിടെ ഇവിടെ അർജുനൻ ചെയ്യുന്നതും ഭഗവാൻ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ അതില് ഒരു തത്വം കൂടിയും പറഞ്ഞു നമ്മളെ മനസ്സിലാക്കി തരാൻ. ഈവൻ അർജുനൻ വിചാരിക്കുകയാണ് ഞാൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ പ്രഭാത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല എന്നുള്ള തത്വം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളെ ഒരാളെ സൃഷ്ടിക്കാൻ പറ്റില്ല, അവരുടെ ലൈഫ്, അവരുടെ ജീവൻ എടുക്കാൻ നമുക്ക് പറ്റില്ല, അതിനുള്ള അധികാരമില്ല. നമുക്കൊരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല, അവരുടെ ജീവൻ എടുക്കാൻ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. ഭഗവാൻ പറയാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ചെയ്തോളണം. അതാണ് ഒരു ഭക്തന്റെ ആ ഒരു കടമ എന്ന് പറയുന്നത്. So therefore, Arjuna, while fighting on the battlefield of Kurukshetra, was not really fighting at all. He was simply carrying out the orders of Krishna in full Krishna consciousness. Such a person is never entangled in the reactions. അപ്പൊ അങ്ങനെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മത്തിനും റിയാക്ഷൻസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ കർമ്മബന്ധനത്തില് ആ അധീനത്തിൽ വരൂല്ല. അവരെല്ലാം എന്താണ് ബദ്ധാത്മാക്കളായിട്ട് ഇവിടെ ജീവിക്കേണ്ടി വരില്ല. കാരണം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഇതാണ് പർപ്പോട്ടിൽ ചില പ്രഭുപാദര് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോ ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ മനസ്സ് പറയുന്ന പ്രകാരം ഒരാളെ വധിക്കാനുള്ള അധികാരമൊന്നുമില്ല. നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല, നമുക്ക് അവരുടെ ജീവൻ എടുക്കാനും പറ്റില്ല. നമുക്ക് പേഴ്സണലായിട്ട് ഒരാളോട് വിദ്വേഷമുണ്ട്, ഒരു ശത്രുതയുണ്ട്, അതുകൊണ്ട് അവരെ വധിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ജയിലിൽ പോകേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നേരെ മറിച്ച് ഏതൊരു അതോറിറ്റി നമ്മളോട് പറയാണ് അത് ചെയ്താൽ നമുക്ക് യാതൊരു
റിയാക്ഷൻസും കാർമിക് റിയാക്ഷൻസ് കിട്ടില്ല. എസ്പെഷ്യലി അത് ഒരു ഒത്തന്റിക് പേഴ്സണാലിറ്റി. ഓക്കെ, ഇവിടെ സ്വയം ഭഗവാനാണ് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് അർജുനോട്, വേറെ അല്ല, സ്വയം ഭഗവാൻ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിലെ ഈ പർട്ടിക്കുലർ ശ്ലോകത്തിൽ ഇനി ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? ഇപ്പോൾ ഇല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് 8 and 9. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവേദ് പശ്യം ശൃണ്വം സ്പൃശൻ ജിഗ്രാൻ അസ്നാൻ ഗച്ഛൻ സ്വപാൻ സ്വസൻ പ്രളപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിസൻ നിമിഷൻ അപി ഇന്ദ്രിയാണേന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. സിനി മാതാജി. ഹരേ കൃഷ്ണ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിജ്ഞാസൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസ്യജൻ ഗൃഹണുന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരിബോൾ. ഓക്കെ, ഓക്കെ, രജനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. ഹരേ കൃഷ്ണ. പ്രളപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. ഓക്കെ, റോഷി മാതാജി എന്റെ ഹരേ വിവർത്തനം. കൃഷ്ണ പ്രഭുജി. റോഷി മാതാജി അതിന്റെ വിവർത്തനം വായിക്കും. ഇല്ല, അവിടെ ഇല്ല. ഓക്കെ, മഞ്ജു മാതാജി ഒന്ന് വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്ക് അറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു പ്രഭു. A person in divine consciousness, although engaged in seeing, hearing, touching, smelling, eating, moving about, sleeping and breathing, always knows within himself that he actually does nothing at all. Because while speaking, evacuating, receiving or opening or closing his eyes, he always knows that only the material senses are engaged with their objects and that he is aloof from them. അപ്പോൾ ഒരു ഭക്തന്റെ ആ ഒരു തലത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ശുദ്ധഭക്തൻ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് കാണുന്നു, കേൾക്കുന്നു, സ്പർശിക്കുന്നു, സ്മെൽ, ഗന്ധം സ്മെൽ ചെയ്യുന്നു, ഈറ്റിംഗ്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഭക്തനറിയാം ഇതെല്ലാം എന്താണ്, എൻ്റെ ശരീരവും എൻ്റെ സെൻസസ് ആണ് ചെയ്യുന്നത്. ആത്മാവിൽ യാതൊരു പങ്കുമില്ല അതിൽ. അതാണ് പറയുന്നത്, ഹി ഓൾവേസ് നോസ് ദാറ്റ് ഓൺലി ദ മെറ്റീരിയൽ സെൻസസ് ആർ എൻഗേജ് വിത്ത് ദർ ഒബ്ജെക്ട്, സെൻസ് ഒബ്ജെക്ട്. അപ്പൊ ഈ മെറ്റീരിയൽ ഭൗതിക തലത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ഇന്ദ്രിയ വസ്തുക്കളിൽ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. അപ്പോ ഇതില് ആത്മാവിന്റെ പങ്ക് എന്താണ്? നമ്മള് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്, ഒക്കെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വിസർജനം ചെയ്യുന്നുണ്ട്, ഒക്കെ സ്വീകരിക്കുന്നുണ്ട്, കണ്ണടയ്ക്കുന്നുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ട്,
ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും, അല്ലേ? പക്ഷേ ഇതില് ആത്മാവിന്റെ എന്താണ് പങ്ക്? ഉം? എന്താണ് ആത്മാവിന്റെ പങ്ക്? ആദ്യം ആത്മാവിന് പങ്കുണ്ടോ ഇല്ലേ? ഇല്ല. ഏ ആത്മാവ് ഉള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ, ഓക്കെ, ശരി. അപ്പൊ ആത്മാവിന് ആത്മാവിന്റെ പങ്കില്ല. പങ്ക് എന്താ? അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ആത്മാവിന്റെ പങ്ക് എന്താ? ചെയ്യാനുള്ള ചെയ്യാനുള്ള ആത്മാവിന് പറയൂ പങ്കില്ല. മാധവി. അതായത് സാങ്ഷൻ ചെയ്യുക, മീൻ അങ്ങനെ സാങ്ഷൻ ചെയ്യുക. അല്ല, അത് ആത്മാവ് സാങ്ഷൻ ചെയ്യില്ലല്ലോ. അത് പരമാത്മാവല്ലേ? മൈൻഡ്. ഓക്കെ ഓക്കെ. പരമാത്മാവ്. ഉം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മാവിന്റെ പങ്ക് എന്താ? ഈ ആത്മാവിന് ഈ കാര്യങ്ങൾ പങ്കില്ല. ചെയ്യുന്നത് ആരാണ്? ആത്മാവ്. ആത്മാവ്. ഓക്കെ, എല്ലാവരുടെയും അഭിപ്രായം ചെയ്യട്ടെ. ശ്രീദേവി മാതാജി, ഇതാരാണ് ചെയ്യുന്നത്? സിനി മാതാജി പറഞ്ഞു ആത്മാവ്, അല്ലേ? അല്ല, ആരാ പറഞ്ഞത്? ആത്മാവിന് പങ്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആരാ ആത്മാവെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞതാ പ്രഭു. റോഷ് മാതാജി. ശ്രീദേവി മാതാജി എന്താ പറയുന്നത്? അതന്നെ ആത്മാവ്. ആത്മാവ്. സിനി മാതാജി നമ്മള് ആത്മാവിന് പങ്കില്ല. പിന്നെ ആരാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരാള് ഉത്തരവാദിത്തം ഏൽക്കണ്ടേ? ആരും ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, വേറെ മഞ്ജു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ആത്മാവാണ് ആത്മാവ്. കാണുന്നത്. രജനി മാതാജി. കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാല് ശരീരാണല്ലോ, ശരീരം ഭൗതിക പ്രവൃത്തികളല്ലേ. അപ്പൊ മനസ്സിന്റെ നിയന്ത്രണത്തിലാണല്ലോ ശരീരം വരിക. മനസ്സിന്റെ നിയന്ത്രണത്തില് ശരീരം ചെയ്യാം, അതെ, അതാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ. ആത്മാവ് ഇല്ലാന്നല്ല, ശരീരം വിട്ടുപോവുക ആത്മാവാണ്. അപ്പൊ ആത്മാവിന് ഇതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. ബോധം ഉള്ളതുകൊണ്ടല്ലേ പ്രഭു? അതെ, ഏ ആത്മാവിൽ ആ ഒരു ബോധം, കോൺഷ്യസ്നസ്. ഓക്കെ. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താണ്, ഈ ഒരു ജീവിതത്തിൽ നമ്മുടെ ശരീരവും ഇത് നമ്മുടെ ആത്മാവ് ഇത് കഴിഞ്ഞ അടുത്ത ബോഡി സ്വീകരിക്കുന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ പ്രവൃത്തികളുടെ ഫലം നമ്മുടെ കർമ്മം. ഓക്കെ. കർമ്മം. ട്രാൻസ്ലേഷൻ അവസാനത്തെ ഒന്ന് വായിക്കൊന്നുകൂടി. ബിക്കോസ് വൈൽ സ്പീക്കിംഗ്, evacuating, receiving. ഒന്നുകൂടി വായിക്കും. ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തുതന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്ക് അറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നത് എന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. എന്താ മനസ്സിലാക്കിയത്? അയാൾ പറഞ്ഞ ആരാണ്? ആത്മാവ്. ആത്മാവ് അതിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇത് ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആകർഷിക്കപ്പെടുമ്പോ രജനി മാതാജി പറഞ്ഞ പോലെ മനസ്സിന്റെ ആ നിയന്ത്രണത്തില് ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതിൽ ആത്മാവ് എലൂഫാണ്. ഇതാണ് എലൂഫ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നു. ആത്മാവിൽ ഇതിന് പങ്കില്ല. ഇതെല്ലാം മനസ്സാണ് കൾപ്രിറ്റ്. മനസ്സും ആ 3 ഗുണത്തിന്റെ അധീനത്തിൽ വരുമ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് എല്ലാം. ആത്മാവ് നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിന്റെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ് ആത്മാവിന്റെ പ്രശ്നം? എന്താ?
ആത്മാവിന്റെ ഇതിലുള്ള പങ്ക് ചെറിയൊരു പങ്കുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. അതാണ് ഇതിന്റെ മെയിൻ കാരണം. പക്ഷെ ആത്മാവ് ഈ കാര്യങ്ങളൊന്നും യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല, ആത്മാവല്ല ചെയ്യുന്നത്. പക്ഷെ എങ്കിലും കൂടി ആത്മാവിന്റെ ഒരു പ്രത്യേക പരിസ്ഥിതിയാണ് ഇതെല്ലാം വന്ന് സംഭവിക്കുന്നത്. എന്താണ് ആ ഒരു സിറ്റുവേഷൻ? ആത്മാവ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പരിസ്ഥിതി. എന്താണത്? നമ്മുടെ കർമ്മഫലങ്ങൾ. അല്ല, കർമ്മഫലം എന്നല്ല. കർമ്മഫലം കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ശ്വസിക്കുന്നതൊന്നും കർമ്മഫലമല്ല, അല്ലേ? സ്ലീപ്പിങ്, ഈറ്റിംഗ്, ബ്രീത്തിങ്, ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. കർമ്മഫലം എന്ന് പറയാൻ പറ്റുമോ? ചിലതൊക്കെ കർമ്മഫലം പറയാൻ പറ്റും. എന്താണ് ആത്മാവിന്റെ ചെറിയ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ കാര്യങ്ങളിലൊന്നും ആത്മാവ് ടോട്ടലി എലൂഫാണ്, മാറിയിരുന്നു. പക്ഷെ ആത്മാവ് ഇത് പിക്ചറിലുണ്ട്. എന്ത് കാരണത്തിലാണ് ആത്മാവിനെ തെറ്റി? പല ആൾക്കാരും ഇത് ആത്മാവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആത്മാവ് ചെയ്യിപ്പിക്കുന്നു, ആത്മാവിന്റെ ആഗ്രഹമാണ്. എന്താണ് ഫോൾസ് ഈഗോ? ഫോൾസ് ഈഗോ എന്താണ്? ഫോൾസ് ഈഗോ ഇത് ഞാൻ ഈശ്വരനാകുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഫോൾസ് ഈഗോ, അല്ലേ? അപ്പൊ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ഒരാൾ, ശ്രീദേവി മാതാജി, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഒരു ഇന്റർവ്യൂവിന് പോവാണ്. അപ്പൊ എന്താ പറയാ? ഞാൻ സോ ആൻഡ് സോ, എന്റെ പേര് സോ ആൻഡ് സോ, എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇത്ര ഭാഷകൾ അറിയാം, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഇതാണ് ആക്ച്വൽ ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ എന്താണ്? അതാണോ? അല്ല, ഇത് എക്സ്റ്റേണലിലുള്ള ഒരു ഉപാധി മാത്രമാണ്, ടെമ്പററി ഉപാധി മാത്രമാണ്, പെർമനന്റ് ആയിട്ടുള്ള ഉപാധി അല്ല. ആക്ച്വലി നമ്മുടെ ശരിക്കുള്ള ഐഡന്റിഫിക്കേഷൻ എന്താണ്? ഐ ആം സ്പിരിറ്റ് സോൾ, പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ജീവയുടെ സ്വരൂപമായ കൃഷ്ണയുടെ നിത്യദാസ്. ഇതാണ് നമ്മളുടെ ആക്ച്വൽ ഐഡന്റിഫിക്കേഷൻ. ഒരു പ്രാവശ്യം കൽക്കത്തയിലെ പ്രിന്റിംഗ് പ്രസ്സില് നമ്മുടെ ഗുരു മഹാരാജ്, ഈ സ്വർണ്ണ പതാക സ്വാമി ഗുരു മഹാരാജ് എന്തോ കാര്യത്തിന്, പ്രിന്റിങ്ങിന്റെ കാര്യത്തിന് പോയതാണ്. അപ്പൊ അവിടെ ഇത് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള പാഠപുസ്തകം ഉണ്ടായിരുന്നു, ബംഗാളിയിലെ. അപ്പൊ അതില് ചോദ്യം, ഹു ആം ഐ? പറയണ്ടേ? അപ്പൊ ഐ എം രമേഷ്. അതാണ് അതെ. ഹു ആം ഐ? ഐ എം രമേഷ്. ഐ എം ഹിന്ദു, ഐ എം മുസ്ലിം, ഐ എം ക്രിസ്ത്യൻ, അങ്ങനെയുള്ള ഈ ഐഡന്റിഫിക്കേഷൻ. അപ്പോ ഗുരു മഹാരാജ്, ആ ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചർ പുസ്തകം കളക്ട് ചെയ്യാൻ വന്നായിരിക്കുന്നു. അപ്പൊ ഈ കുട്ടി ആൻസർ ചെയ്യാ, ഐ എം സ്പിരിറ്റ് സോൾ, നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു? അപ്പൊ 0 മാർക്ക് കൊടുക്കുന്നു. ആക്ച്വലി ഹു ആം ഐ എന്ന് പറഞ്ഞാൽ ഐ എം സ്പിരിറ്റ് സോൾ, അതാണ് ശരിക്കുള്ള ആൻസർ. പക്ഷെ അതില് അങ്ങനെ ആൻസർ ചെയ്താൽ ടീച്ചർ എന്താ പറഞ്ഞേ? ആൻസർ ഈസ് റോങ്, ഹിൽ ഗെറ്റ് 0 മാർക്ക്. ശരിക്കുള്ള ആൻസർ അല്ലേ അത്? മറ്റേതെന്താ? ടെമ്പററി ആൻസർ ആണ്. ഈ രമേഷ് എന്നുള്ള ആ ഒരു ഐഡന്റിഫിക്കേഷൻ എത്ര കാലം ഉണ്ടായിരിക്കും ഈ ആത്മാവിന്? ഈ ശരീരം ഉള്ളിടത്തോളം കാലം. അടുത്ത ജന്മത്തിൽ നമുക്ക് എന്താ രമേഷ് ആവോ, സുരേഷ് ആവോ, ഇബ്രാഹിം ആവോ, അബ്രഹാം ആവോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ദിസ് ഇസ് ടെമ്പററി ഡിസിഗ്നേഷൻ meant for this body, not for the soul. Soul is Satchidananda. അപ്പൊ അതാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയ വിഷയങ്ങളിലെ ആസക്തി കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ആത്മാവുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ആത്മാവ് എങ്ങനെ ആ ഒരു മിഥ്യ അഹങ്കാരം കൊണ്ട് ശരീരം എടുത്തു, അതായത് ശരീരം ധരിക്കുന്നു നമ്മള്. അപ്പൊ ആത്മാവ് ഞാൻ ഈ ശരീരമാകുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത് ആത്മാവാണ് ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവ് പ്യൂറാണ്, സച്ചിദാനന്ദമാണ്, ആത്മാവിന് ഇതിൽ യാതൊരു പങ്കുമില്ല. ആണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഹി ഓൾവേസ് നോസ് ദാറ്റ് ഓൺലി ദ മെറ്റീരിയൽ സെൻസസ് ആർ എൻഗേജ്ഡ് വിത്ത് ദർ ഒബ്ജെക്ട്സ് ആൻഡ് ദാറ്റ് ഹി ഈസ് അലൂഫ് ഫ്രം ദം. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും ഇതെല്ലാം ആരാണ് അനുഭവിക്കുന്നത്?
നമുക്ക് ചില സമയത്ത് നല്ല സുഖമുള്ള സമയം ഉണ്ടായിരിക്കും, ദുഃഖമുള്ള സമയം ഉണ്ടായിരിക്കും, അല്ലെ? സന്തോഷം, സന്താപം, ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ആക്ച്വലി ആരാണ് അനുഭവിക്കുന്നത്? ആരാണ്? മനസ്സ്. മനസ്സ്. ഇത് മനസ്സാണ് അതിൻ്റെ ഇത്. സോ മനസ്സാണ് അതിന്റെ സെൻട്രൽ ഫാക്കൽറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അർജുനോട്, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രിപുർ ആത്മന. അപ്പോ നമ്മള് ഉദ്ധരിക്കണം. മനസ്സ് കൊണ്ട് നമ്മുടെ ആത്മാവിനെ, ഉദ്ധരേത് ആത്മനാത്മാനം. ആത്മാ എന്നുള്ളത് കോണ്ടെക്സ്ച്വൽ ബേസിസിൽ നമുക്കത് മനസ്സിലാക്കണം. ചിലപ്പോൾ മനസ്സായിരിക്കും, ചിലപ്പോൾ ശരിക്കുള്ള ആത്മാവായിരിക്കും, ചിലപ്പോൾ ശരീരമായിരിക്കും, ചിലപ്പോൾ ബുദ്ധിയായിരിക്കും. ഇതെല്ലാം കോണ്ടെക്സ്ച്വൽ ബേസിസിൽ അതിന്റെ അർത്ഥം വ്യത്യാസം വരും. ഇവിടെ ഈ ശ്ലോകത്തില് 7 പ്രാവശ്യമാണ് ആത്മാവെന്നാണ്. ഉദ്ധരേത് ആത്മാനം, അതായത് മനസ്സുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കണം. ന ആത്മാനം അവസാദയേത്, അതായത് ഒരിക്കലും അതിനെ താഴേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഗ്ലൈ ഡൗൺ, താഴെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, മുകളിലേക്ക് കൊണ്ടുപോകണം. ഉദ്ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ആ മനസ്സ് നമ്മുടെ ആത്മാവിന്റെ ശത്രുവാകും, താഴെ കടലിലേക്ക് കൊണ്ടുപോയാൽ. ഏത് മനസ്സ് അതിനെ ഉദ്ധരിക്കുകയാണെങ്കിൽ അത് ബന്ധുവാകും. അപ്പൊ മനസ്സാണ് നമ്മളുടെ ശത്രുവും ബന്ധുവും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അനുസരിച്ചിരിക്കും അത് ശത്രുവാണോ ബന്ധുവാണോ മനസ്സിലാക്കാൻ. ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രിപുർ ആത്മനഃ. അപ്പൊ ആത്മാവാണ് നമ്മുടെ ബന്ധു, ആത്മാവാണ് നമ്മുടെ ശത്രു. അത് നമ്മുടെ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും. ചുരുക്കത്തില് നമ്മുടെ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളുടെ ആ ആത്മാവിനെ ഉദ്ധരിക്കുക. എന്താണ് ഉദ്ധാനം? അത് ആൾറെഡി പ്യുവറാണ്. ഉദ്ധരിക്കാൻ വെച്ചാൽ ഈ മിഥ്യ അഹങ്കാരത്തിൽ നിന്ന് ഉദ്ധരിക്കുക. ഞാൻ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് ഉദ്ധരിക്കുക. സോ ഇതിന്റെ പർപ്പസ് നോക്കാം എന്താണ്. എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് പ്യുവർ ഇൻ ഹിസ് എക്സിസ്റ്റൻസ് and consequently he has nothing to do with any work which depends upon 5 immediate and remote causes: the doer, the work, the situation, the endeavor and fortune. So കൃഷ്ണാവബോധത്തിലുള്ളൊരു ഭക്തൻ പ്യുവറാണ്, ശുദ്ധനാണ്. ആൻഡ് അതുകൊണ്ട് അവർക്ക് ഒരു കർമ്മത്തിലും യാതൊരു ഒരു റോളും ഇല്ല. ഈ കർമ്മം ചെയ്യാനുള്ള 5 ഇമ്മീഡിയറ്റ് എലിമെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഓരോ കർത്തവ്യങ്ങളും ഓരോ കർമ്മങ്ങളും ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ 5 കോസസ് ഉണ്ട്. ദ ഡൂവർ, ഓക്കെ, ദ വർക്ക്, ദ സിറ്റുവേഷൻ, ദ എൻഡെവർ ആൻഡ് ഫോർച്യൂൺ. ഈ 5 കാര്യങ്ങളാണ് ഒരു കാര്യം ശരിക്കും നടക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത്. ഓക്കെ, ഡൂവർ. ആരാണ് ഡൂവർ? മാവ്. Who is the doer here? പരമാത്മാവ്. പരമാത്മാവോ? അല്ലല്ല. ആത്മാവ്. കൃഷ്ണാവബോധത്തിലെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഏ ഒരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചു. പക്ഷെ വ്യക്തിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെ വ്യക്തിയാവുക? മനസ്സ്. വ്യക്തി, അതായത് ഈ വ്യക്തി അഹങ്കാരത്തിൽ വരുമ്പോ, അങ്ങനെ ഒരു ഭ്രമത്തിൽ വരുമ്പോഴാണ് അദ്ദേഹം ഇത് ഇങ്ങനെ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആ ഒരു ഭാവത്തിൽ വരുന്നത്. ആക്ച്വലി ഇത് മനസ്സാണ് എല്ലാം ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡൂവർ ദ വർക്ക്, എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്. സിറ്റുവേഷൻ പറഞ്ഞാൽ 3 modes ഓഫ് മെറ്റീരിയൽ നേച്ചർ. നമ്മുടെ ഏത് മോഡലാണ്, ഏത് ഗുണത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ച്. എൻഡെവർ, നമ്മുടെ എഫേർട്ട്. ഏതൊരു കാര്യം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും എഫേർട്ട് എടുക്കണം. ഇപ്പൊ എനിക്കിപ്പെടുന്ന തൃശ്ശൂർക്ക് പോകണം,
ഞാൻ ഇവിടുന്ന് നടന്നിട്ട് പോകണം, മെയിൻ റോഡിലേക്ക് പോകണം, ബസ് പിടിക്കണം, റിക്ഷ പിടിക്കണം, കാറ് പിടിക്കണം. ഒരു എൻഡവർ, എഫേർട്ട് ഉണ്ട്. പിന്നെ ഫോർച്യൂൺ. അപ്പൊ ഇത് ഈ ആക്ടിവിറ്റി ഞാൻ തൃശ്ശൂർ എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാങ്ഷൻ കൂടി വേണം. ഭഗവാന്റെ സാങ്ഷനിലാണ് നടക്കില്ല. വഴിക്ക് വേറെ എന്തെങ്കിലും വിഘ്നങ്ങൾ വരാം. ഒരു അവിടെ ചിലപ്പോൾ സ്ട്രൈക്ക്, ഹർത്താൽ വന്നു, എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഫോർച്യൂൺ മീൻസ് കൃഷ്ണ സാങ്ഷൻ. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ. The doer, the work, situation, endeavor, and fortune. So this is because he is engaged in the loving transcendental service of Krishna. Although he appears to be acting with his body and senses, he is always conscious of his actual position. ഒരു ഭക്തനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ശരീരവും ഇന്ദ്രിയങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എങ്കിലും കൂടി അദ്ദേഹത്തിന്റെ ആക്ച്വൽ പൊസിഷൻ, ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം നോട്ട് ദിസ് സെൻസസ്, ഐ ആം നോട്ട് ദിസ് മൈൻഡ്, ഐ ആം നോട്ട് ദിസ് ഇന്റലിജന്റ്, ഐ ആം സ്പിരിറ്റ് സോൾ. ഇത് വളരെ വ്യക്തമായിട്ട് ആ ഭക്തൻ അറിയാം. പക്ഷേ ഭക്തനല്ലെങ്കിൽ എന്താണ്? ഐ ആം ദിസ് ബോഡി, ദിസ് ഈസ് മൈ കൺട്രി, ദിസ് ഈസ് മൈ ഹൗസ്, ദിസ് ഈസ് മൈ മണി. യെസ്, ഇറ്റ് ഈസ്, പക്ഷെ ഇറ്റ് ഈസ് ടെമ്പററി. അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഫോർ എറ്റേണിറ്റി എന്നും ഇത് ശരീരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ സ്വത്തും പ്രതാപവും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു ഭക്തനുണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാവും. So although he appears to be acting with his body and senses, he is always conscious of his actual position. എന്താണ് actual position? Which is spiritual engagement. ജീവരെ സ്വരൂപമായി കൃഷ്ണരെ നിത്യദാസ്. അതാണ് actual position. In material consciousness, the senses are engaged in sense gratification. അപ്പൊ നമ്മൾ കൃഷ്ണാവബോധത്തില്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. But in Krishna consciousness, senses are engaged in satisfaction of Krishna's senses. Rishikesha Sevanam Bhakti Ruchyate. Therefore, the Krishna conscious person is always free, even though he appears to be engaged in affairs of the senses. അപ്പോൾ ഒരു ഭക്തനും അഭക്തനും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഭക്തൻ ചെയ്യുന്നത് എന്താണ്? അത് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആണ്. അഭക്തൻ ചെയ്യുന്നത് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ആണ്. ഇത്രയേ ഉള്ളൂ, ഒരേ കാര്യങ്ങൾ. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് അർജുനനും യുദ്ധം ചെയ്യുന്നു, ദുര്യോധനും യുദ്ധം ചെയ്യുന്നു. രണ്ടും ഒരേ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഒന്നിന് റിയാക്ഷൻ ഉണ്ട്, ഒന്നിന് റിയാക്ഷൻ ഇല്ല. അതായത് അർജുന് റിയാക്ഷൻ ഇല്ല, ദുര്യോധന റിയാക്ഷൻ ഉണ്ട്. എന്താണ് വ്യത്യാസം? രണ്ടും ഒരേ കാര്യമല്ല ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സോൾജിയർ യുദ്ധം ചെയ്യുന്നു, ശത്രുവിനെ കൊല്ലുന്നു. വേറൊരു വ്യക്തി അടുത്തുള്ള വീട്ടിലെ ഒരാളെ കൊല്ലുന്നു. രണ്ടും വധിക്കലാണ്. ഒന്നിന് മെഡൽ കിട്ടുന്നു, മറ്റേ ആൾക്ക് ശിക്ഷ കിട്ടുന്നു. അല്ലേ? വ്യത്യാസം എത്രയേ ഉള്ളൂ. രണ്ടുപേരും വധിക്കുന്നു. അതേപോലെ ഇവിടെ അർജുനൻ യുദ്ധം ചെയ്യുന്നു, ദുര്യോധനും യുദ്ധം ചെയ്യുന്നു. ഒരാൾക്ക് ഭഗവത് പ്രീതി കിട്ടുന്നു, ഭഗവത് പ്രാപ്തി ലഭിക്കുന്നു. ദുര്യോധന് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നു. കാരണം ദുര്യോധനൻ തന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അർജുനൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. ഈ വ്യത്യാസമാണ്. സോ ആക്ടിവിറ്റീസ് such as seeing and hearing are actions of the senses meant for receiving knowledge, whereas moving, speaking, awakening are actions of the senses meant for work. ഒന്ന് നോളജിന് വേണ്ടിയിട്ടും ഒന്ന് തന്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടും. ഈ ആക്ടിവിറ്റീസ് അല്ല ഈ പറഞ്ഞിരിക്കുന്ന മൂവിങ്, സ്പീക്കിംഗ്, വാക്യുവേറ്റിംഗ് ഇതല്ല. A Krishna conscious person is never affected by the actions of the senses. ഒരു ഭക്തൻ ഒരിക്കലും തന്റെ ഇന്ദ്രിയങ്ങളുടെ ആ കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടുന്നില്ല. കാരണം ഇതെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, കൃഷ്ണാവബോധത്തിൽ ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ ബന്ധിക്കപ്പെടുന്നില്ല. He cannot perform any act except in the service of the Lord, because he knows that he is the eternal servitor of the Lord. അപ്പൊ ഭക്തനറിയാം നിത്യസേവകനാണ് ഭഗവാന്റെ. അതുകൊണ്ട് ഒരു കർമ്മവും അവരെ ഇവിടെ ബന്ധിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് തന്റെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് തന്നെ ചെയ്താലും ശരി, അത് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കും. ഈവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ശരി, നമ്മളിവിടെ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കും.
സോ വളരെ ബ്യൂട്ടിഫുൾ പർപ്പോർട്ട് പ്രഭുപാദ എഴുതിയിട്ടുണ്ട് ഈ 2-3 ശ്ലോകത്തിൻ്റെയും. ഹരേ കൃഷ്ണ വാഞ്ചാ കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവതി की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. दाय गो प्रेमानंदे. हरि